അതേ സ്വർഗത്തിലുള്ള ഈ നെഹറിനെ പറ്റി പറഞ്ഞപ്പോ അത് വിശദീകരിച്ചുകൊണ്ട് ഉസാമ റളിയല്ലാഹു അൻഹു പറയുന്നൊരു ഹദീസിൽ കാണാം, നക്ഷത്രങ്ങളുടെ എണ്ണം അനുസരിച്ച് പാത്രങ്ങളുള്ള ആ നദിയിൽ നിന്ന് അത് മുക്കിക്കൊടുക്കുന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരിവരിയായി നിൽക്കുന്ന ആളുകളെ കൂട്ടത്തിൽ നിന്ന് ചിലരെ പിടിച്ചുകൊണ്ട് മലക്കുകൾ മാറ്റിയെടുക്കുന്ന സന്ദർഭമുണ്ട്. അപ്പോഴൊക്കെ ചിലരുടെ ലക്ഷണം കണ്ടിട്ട് തങ്ങൾ പറയും, അതെന്റെ ഉമ്മത്തിൽപ്പെട്ട മെമ്പർമാരല്ലയോ, ഉമ്മത്തിൽപ്പെട്ട ആളുകളല്ലയോ എന്ന് തങ്ങൾ ചോദിക്കും. പക്ഷേ മലക്കുകൾ അതിന് പറയുന്ന മറുപടിയുണ്ട്, നബിയേ, തങ്ങൾക്ക് ശേഷം അവർ പലതും മാറ്റം വരുത്തിയിട്ടുണ്ട്, തങ്ങളെ ദീന് മാറ്റി മറിച്ചിട്ടുണ്ട്, ജീവിതത്തിൽ പലതും അവർ തുന്നിച്ചേർത്തിട്ടുണ്ട് ദീനിൽ പെടാത്തത്. അതുകൊണ്ടാണ് അവരെ ആട്ടിപ്പായിപ്പിച്ചു കൊണ്ടുപോകുന്നത്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കൊണ്ടുപോകുന്ന ആളുകൾക്ക് പിന്തുണ നൽകും. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, അവരെങ്ങോട്ട് അടുപ്പിക്കണ്ട. തങ്ങളും അതിന് സപ്പോർട്ടാ പറയണത്, അവരെങ്ങോട്ട് കൊണ്ടുവരണ്ട, കൊണ്ടുപോയിക്കോട്ടെ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹൗദുൽ കൗസറിന്റെ അതിന്റെ രുചിയും അതിന്റെ സന്തോഷവും ഒക്കെ വിശദീകരിച്ചപ്പോ ഒരു ദിവസം ഹംസ റളിയല്ലാഹുവിനെ കാണാൻ വേണ്ടി നബിതങ്ങൾ വന്നു. ഹംസ റളിയല്ലാഹുവിന്റെ വീട്ടിൽ വന്നപ്പോ ഹംസ റളിയല്ലാഹുവിന്റെ വീട്ടിലില്ല. തങ്ങൾക്ക് വലിയ ഇഷ്ടമുള്ള അവിടുത്തെ കുടുംബത്തിലെ ഒരു ഉപ്പാന്റെ ഒരു സഹോദരനാണ് ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ്. ഹംസ റളിയല്ലാഹുവിനെ കാണാതിരുന്നപ്പോ ഭാര്യയോട് ചോദിച്ചു, എവിടെ പോയി? ഇപ്പൊ ഇങ്ങോട്ട് പുറത്തു പോയിട്ടുള്ള, എങ്ങോട്ടാ പോയതെന്ന് അറിയില്ല എന്നാണ്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകാൻ നിൽക്കുമ്പോ ഭാര്യ ചോദിച്ചു, തങ്ങൾ കയറുന്നില്ലേ, എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോകാന്ന് പറഞ്ഞു. അപ്പൊ ആ വീട്ടിൽ നിന്ന് നല്ലൊരു പലഹാരം ഉണ്ടാക്കി തങ്ങൾക്ക് കൊടുത്തു ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ. അതിങ്ങനെ കഴിച്ചിട്ട് തങ്ങൾ ഭക്ഷിച്ചപ്പോ ആ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പറഞ്ഞു, ഹനീഅൻ ലക യാ റസൂലല്ലാഹ് വ മരീഅൻ, തങ്ങൾ വന്നതിൽ വല്ലാത്ത സന്തോഷം, ഞാനിവിടെ തങ്ങൾ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് എനിക്ക് വല്ലാത്ത സന്തോഷമുണ്ട്. അതെ, എന്നോട് എൻ്റെ ഭർത്താവ് പറഞ്ഞിരുന്നു, തങ്ങൾക്ക് സ്വർഗത്തിൽ അല്ലാഹു തആല കൗസർ എന്ന പേരുള്ള ഒരു നദി അല്ലാഹു തങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്നാ വിവരം ആ ഹദീസൊക്കെ ഇവിടെ വന്ന് പറഞ്ഞിരുന്നു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അജൽ, അതെ, സ്വർഗത്തിൽ അങ്ങനത്തെ ഒരു നദി അല്ലാഹു എനിക്ക് തന്നിട്ടുണ്ട്. വഅർളുഹു യാഖൂത്തുൻ വമർജാൻ, ആ കൗസർ നിൽക്കുന്ന ഭൂമി സ്വർഗത്തിലെ ഏറ്റവും നല്ല ഭൂമിയാണ്. അതിന്റെ അടിയിൽ മുത്തും മാണിക്യവും പവിഴവും സബർജദിൻ വലുഉലു, നല്ല മുത്തും നല്ല വിലപിടിപ്പുള്ള രത്നങ്ങളൊക്കെയാണ് നദിയുടെ അടിയിൽ അല്ലാഹു തആല സംവിധാനിച്ചിരിക്കുന്നത്. ഹൗദുൽ കൗസറിനെ വിശദീകരിച്ചു. അത് കുടിക്കുന്ന ആളുകളും സന്തോഷം കൊള്ളുന്ന ആളുകളൊക്കെ പറഞ്ഞു, അതെ, ഇത് പറഞ്ഞിടത്ത് തന്നെ നേരത്തെ ആട്ടിപ്പായിപ്പിക്കുന്ന ആളുകളെയും വിശദീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ ആ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാര് പറഞ്ഞു, വ്യത്യസ്ത രൂപത്തിൽ ഹൽ തദ്രി മാ അഹ്ദസു ബഅദക്, അല്ലെങ്കിൽ ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക്, അങ്ങനെ വരിവരിയായിട്ട് നിൽക്കുന്ന ആൾക്കാരെ കൂട്ടത്തിൽ നിന്ന് ചില ആൾക്കാരെ പിടിച്ചു കൊണ്ടുപോവാണ് മലക്കുകൾ. ഹൗദുൽ കൗസറിൽ അവർക്ക് കൊടുക്കാൻ വേണ്ടി തങ്ങളിങ്ങനെ കാത്തിരിക്കാണ് ഹൗദിൽ നിന്ന് മുക്കിക്കൊടുക്കാൻ. അപ്പൊ ഇവരെ പിടിച്ചു മാറ്റിക്കൊണ്ടുപോകുമ്പോ അവരെന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകളല്ലേ എന്ന് ചോദിക്കുമ്പോ അല്ലാന്ന് പറയുമ്പോ അതിന് മറുപടിയാ പറയുന്നത്, ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക്, തങ്ങൾക്ക് ശേഷം അവർ ദീനിൽ പലതും പുതുതാക്കിയിട്ടുണ്ട്, അത് തങ്ങൾക്കറിയൂല നബിയെ. അത് വിശദീകരിച്ചപ്പോ പണ്ഡിതന്മാര് പറഞ്ഞു, ഒന്നാമതായിട്ട് അതിൽ പെടുന്ന കക്ഷികൾ അൽ മുനാഫിഖൂന വൽ മുർത്തദ്ദൂൻ, മുനാഫിഖുകളും മുർത്തദ്ദുകളുമാണ്. മുർത്തദ് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, ദീന് വിട്ടുപോകുന്നവര്. കണ്ടില്ലേ നിങ്ങൾ, പലരും യുക്തിവാദത്തിന്റെ പേരിൽ, നിരീശ്വരവാദത്തിന്റെ പേരിൽ പുതിയ പലതും സ്വീകരിച്ചുകൊണ്ട് ദീന് വിട്ടുപോകുന്നു. പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്. എത്ര ചെറുപ്പക്കാരാണ് അതിൽ കുടുങ്ങിയിരിക്കുന്നത്. ശരിയായ നിലക്ക് ഇൽമു പഠിക്കുന്നതിന് പകരം വിശുദ്ധ ദീനിനെ എതിർക്കുന്ന ഭാഗത്ത് നിന്നുകൊണ്ട് എന്തെല്ലാം എതിർക്കാൻ പറ്റുമോ അതൊക്കെ എതിർക്കുക, അള്ളാഹുവിനെ ചോദ്യം ചെയ്യുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദ്യം ചെയ്യുക, അവിടുന്ന് പഠിപ്പിച്ച ആശയങ്ങളെ എതിർക്കുക. മുനാഫിഖുകളുടെ സ്വഭാവമുള്ളവരും മുർത്തദ്ദായ ആളുകളും
അവരെയും ഇവരെ കൂട്ടത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടും. പക്ഷേ മലക്കുകൾ പിടിച്ചു മാറ്റി കൊണ്ടുപോകുമ്പോ പിന്നവർക്ക് രക്ഷയില്ല. മൊത്തത്തിൽ മുനാഫിഖുകളുടെ സ്വഭാവം സ്വീകരിക്കുന്ന ആളുകൾ അതിൽ പെടും. യഥാർത്ഥ മുനാഫിഖുകളുടെ സ്വഭാവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൂർണ്ണമായി വിശ്വസിക്കാനോ അംഗീകരിക്കാനോ കഴിയാത്തവരാണ് മുനാഫിഖുകൾ. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുനാഫിഖൂൻ എന്നൊരു സൂറത്ത് തന്നെയുണ്ട്. അതിൽ കാര്യമായിട്ട് പറയുന്ന അടയാളങ്ങളൊക്കെ അങ്ങനെയാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ വന്നിട്ട് നല്ല വർത്തമാനം പറയും, പക്ഷേ ഉള്ളിൽ ഒരംഗീകാരവും ഇല്ല. ചെറിയൊരു ബഹുമാനം പോലും ബഹുമാനിക്കാൻ കഴിയൂല. ചെറിയൊരു ബഹുമാനം പോലും. നിസ്കാരത്തിനും കാര്യങ്ങൾക്കൊക്കെ ഒരു റെഡിയാണ്. മദീനയിലുണ്ടായിരുന്ന മുനാഫിഖീങ്ങളുടെ നേതാവല്ലേ അബ്ദുല്ലാഹിബിൻ ഉബയ്യ് ബിൻ സലൂൽ എന്ന് പറഞ്ഞ ആള്. പേരെന്താ അല്ല പേരാ നോക്കുകയാണെങ്കിൽ, ഉബയ്യ് എന്ന വാപ്പയുടെയും സലൂൽ എന്ന ഉമ്മയുടെയും മകൻ അബ്ദുല്ലാഹ്. അയാളെ ജമാഅത്തിനൊക്കെ എത്ര കറക്റ്റാന്നറിയാം. പക്ഷെ ഉള്ളിൽ മുത്തുനബി തങ്ങളോട് വല്ലാത്ത വിരോധാണ്. ഒരു സ്നേഹവും ഇല്ല, ബഹുമാനവും ഇല്ല. ആ സ്നേഹ ബഹുമാനം ഇല്ല എന്നതിന്റെ അടയാളം അയാളെ വാക്കിൽ നിന്ന് ബോധ്യപ്പെട്ടു. ഒരു യാത്ര പോയി തിരിച്ചു വരുന്ന സമയത്ത് ഇയാളെ കൂടെ നിൽക്കുന്ന കുറച്ച് ആളുകളോട് പറഞ്ഞു, സ്വകാര്യമായി പറഞ്ഞതാണ്, മദീനയിലെത്തട്ടെ ഈ പാവപ്പെട്ട ആൾക്കാരെ, ഈ സാധുക്കളെ, ഈ നിന്യന്മാരെ അല്ലെങ്കിൽ ഈ നീചന്മാരെ മദീനത്ത് നമ്മൾ ആട്ടി പുറത്താക്കുന്നു പറഞ്ഞു. അത് സ്വകാര്യം പറഞ്ഞത് അല്ലാഹു തആല പുറത്തു കൊണ്ടുവന്നു. കാരണം ആ സ്വകാര്യം പറഞ്ഞത് ആരെ പറ്റിയാ? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അല്ലാഹു തആലക്ക് സഹിക്കൂല. അതുകൊണ്ട് അല്ലാഹു തആല അത് പുറത്തെത്തിച്ചു. അല്ലാഹു തആല പറഞ്ഞു, യഖൂലൂന ലഇൻ റജഅനാ ഇലൽ മദീന ലയുഖ്രിജന്നൽ അഅസ്സു മിൻഹൽ അദൽ. മുനാഫിക്കുകളുടെ കൂട്ടത്തിൽ ഒരു കൂട്ടം ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട്, നബിയെ മദീനയിലേക്ക് തിരിച്ചെത്തട്ടെ, നമ്മൾ ഈ പ്രബല വിഭാഗം, ഈ അന്തസ്സുള്ള ആൾക്കാർ, നല്ല യശസ്സുള്ളവര്, ഈ സാധുക്കൾ മക്കത്തുനിന്ന് ഇങ്ങോട്ട് കുടിയേറി പാർത്തവരല്ലേ, ഇവരെ ആട്ടി പുറത്താക്കുന്നു. അവരെ പറ്റി പറഞ്ഞ വാക്ക് നോക്ക് നിങ്ങൾ, നബി തങ്ങളെ പറ്റിയും സഹാബത്തിനെ പറ്റിയും അതല്ല എന്നുള്ള വാക്ക്. ഏറ്റവും താഴ്ന്നവര്, നിന്യന്മാര്, നിസാരന്മാര്. ചുട്ട മറുപടി അള്ളാഹു കൊടുത്തത്, വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ. യഥാർത്ഥത്തിലുള്ള യശസ് അള്ളാഹുവിന് അവകാശപ്പെട്ടതാണ്. വലി റസൂലിഹി, അള്ളാഹുവിന്റെ റസൂലിനുമാണ്. വലിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങൾക്കുമാണ്. വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ. മുനാഫിഖുകൾ കാര്യം തിരിയാത്തവരാണ്, കഥയറിയാത്തവരാണ്, ഒരു ഇൽമും ഇല്ലാത്തവരാണ്. ഇങ്ങനൊരു ഭാഷ പ്രയോഗിച്ചു എന്ന് പറഞ്ഞപ്പോ കുടുംബക്കാരൊക്കെ അബ്ദുല്ലാഹിബിൻ ഉബയ്യ് ബിൻ സലൂലിനോട് പറഞ്ഞത് മോശമായി പോയി. അള്ളാഹിന്റെ റസൂലിനെ പറ്റിയും സഹാബത്തിനെ പറ്റിയും അതല്ല എന്ന് പ്രയോഗിച്ചത് വളരെ മോശമായി. കാരണം അവരൊരിക്കലും താഴ്ന്നവരല്ല, മുന്തിയവരാണ്. അന്തസ്സും അഭിമാനവും ഉയർന്നവരാണ്. അവരെ പറ്റി എങ്ങനെ താഴ്ന്നവർ എന്ന് പറയുക? നിന്യന്മാര്, നിസാരന്മാരെന്നെങ്ങനെ പറയുക? അതുകൊണ്ട് നീ പോയി പൊരുത്തപ്പെടിക്കണം. നബി തങ്ങളോടൊന്ന് പോയിട്ട് ഒന്ന് പൊരുത്തപ്പെടാൻ വേണ്ടി അള്ളാഹിനോട് എനിക്ക് വേണ്ടി ഒന്ന് പൊറുക്കലിനെ തേടണം എന്ന് പറയണമെന്ന് പറഞ്ഞതാണ്. അബ്ദുല്ലാഹിബിൻ ഉബയ്യ് ബിൻ സലൂൽ പറഞ്ഞു, നിങ്ങൾ എന്നോട് വിശ്വസിക്കാൻ പറഞ്ഞു, ഞാൻ വിശ്വസിച്ചു. ഇസ്ലാമിലൊക്കെ കാണുന്നപ്പോൾ ഞാൻ ഷഹാദത്തുൽ ഞാൻ വിശ്വസിച്ചു. നിസ്കരിക്കാൻ പറഞ്ഞു, ഞാൻ നിസ്കരിച്ചു. സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞു, സക്കാത്ത് കൊടുത്തു. ഇപ്പൊ നിങ്ങൾ എന്നോട് പറയുന്നത് മുഹമ്മദിന് സുജൂദ് ചെയ്യണമെന്നാ, അതിനെന്നെ കിട്ടൂല. കണ്ടോ, നബിതങ്ങളടുത്ത് പോയിട്ട് അള്ളാഹുവിന്റെ ഹബീബെ എനിക്ക് വേണ്ടി ഒന്ന് പൊറുക്കലിനെ തേടണം, ഇസ്തഗ്ഫിർലി യാ റസൂലല്ലാഹ് എന്ന് പറയാൻ അതിനെന്നെ കിട്ടൂല. അതല്ലേ ആൾക്കാർക്ക് നോക്ക് നിങ്ങൾ. അവര് നിസ്കരിക്കാനുണ്ട്, ബാക്കി എല്ലാ സംഗതികൾക്കും ഉണ്ട്. നബിതങ്ങളെ സ്ഥാനം, തങ്ങൾക്ക് സ്ഥാനവും ബഹുമാനവും ലഭിക്കുന്ന രീതിയിലുള്ള മൗലിദോ മദുഹോ അല്ലെങ്കിൽ തങ്ങളെ സിയാറത്തോ അതിലേക്കൊന്നുമില്ല. അതുപോലും മാറി. നീ കൃത്യമായിട്ടൊരു സ്വലാത്താണെങ്കിൽ പോലും സ്വലാത്തിലേക്കൊന്നുമില്ല. ഇത് നമ്മളെ ഈ പുതിയ കാലത്ത് ഒരു ഫിറ്റായ സംഗതിയല്ല. അത് മാറി, മോഡലിന് യോജിക്കൂല എന്നുള്ള നിലക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ബഹുമാനിക്കാൻ കഴിയൂല എന്നർത്ഥം. അവരെ ഖൽബിൽ അങ്ങനെയാണ് പൊതുവെയുള്ള സ്വഭാവം. മുർത്തദ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രശ്നം കൊണ്ട് ദീനിൽ നിന്ന് മാറി ചിന്തിച്ചുകൊണ്ട് വേറെ കാര്യത്തിലേക്ക് മാറിയ ആള്, വേറെ പ്രസ്ഥാനത്തിലേക്ക് വഴുതി വീണ ആള്. അതിലേറ്റവും കൂടുതൽ തഴച്ചു വളരുന്നതാണ് യുക്തിവാദം.
ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളോടൊക്കെ ഞാൻ പറയട്ടെ, സഹോദരങ്ങളോടും സഹോദരിമാരോടൊക്കെ, കേൾക്കാൻ ചിലപ്പോൾ നല്ല ഇമ്പുണ്ടാകും, നല്ല സന്തോഷം ഉണ്ടാകും യുക്തിവാദിയുടെയും മറ്റും ക്ലാസ്. പക്ഷെ വിവരമില്ലാതെ അതും ഇതും കേട്ടിട്ട് ഉള്ള ഈമാനും തെറ്റിക്കരുത്, ഉള്ള ഈമാനും പോക്കിക്കളയരുത്. നല്ലോണം ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം ആ ഭാഗം. ഈ മാറ്റപ്പെടുന്ന കൂട്ടരിൽ ഒരു വിഭാഗം അൽ മുനാഫിഖൂന വൽ മുർത്തദൂൻ. രണ്ടാമതായി പറയുന്നു, രണ്ടാമതായി ഉദ്ദേശിക്കപ്പെടുന്നത് മൻകാന ഫീ സമനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്ത് ജീവിച്ചു, തങ്ങളെ വഫാത്തിന് ശേഷം പിന്നീട് മുർത്തദ്ദായി. അങ്ങനെ ഉണ്ടായിരുന്നൊരു കൂട്ടര്. ആദ്യം തന്നെ അവർ എതിർത്ത വിഷയം സക്കാത്താണ്. നബിതങ്ങൾ പോയല്ലോ, ഇനി സക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടാണ് ഒരു ടീം ആദ്യം രംഗത്തെത്തിയത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്ത് സക്കാത്ത് കൊടുത്ത് നിസ്കാരം നിർവഹിച്ച് അങ്ങനെ നടന്നിരുന്ന ആളുകൾ തങ്ങൾ വഫാത്തായ ഉടനെ തന്നെ നിയമം മാറ്റാൻ തുടങ്ങി. അതിനും അവർ ഓതുന്നത് ഖുർആന്റെ ആയത്താണ്. അത് പിന്നെ എല്ലാവർക്കും അങ്ങനെയാണല്ലോ, ഖുർആന്റെ ആയത്തല്ലേ എല്ലാവരും ഓതുന്നത്. അവർ ഓതുന്നു ഖുർആന്റെ ആയത്ത്, സക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്നുള്ളതിന് ഖുർആന്റെ ആയത്ത് തന്നെ ഓതുന്നത്. ഖുദ് മിൻ അംവാലിഹിം സദഖത്തൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ വസല്ലി അലൈഹിം. സക്കാത്ത് വാങ്ങാൻ പറഞ്ഞത് മുത്തുനബി തങ്ങളോടാണ്. തങ്ങൾ പോയില്ല, ഇനി വാങ്ങാൻ ആളില്ലല്ലോ, അതുകൊണ്ട് കൊടുക്കേണ്ടതില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗ ഖാതിലന്ന മൻ ഫറഖ ബൈന സ്വലാത്തി വസ്സക്കാ. നിസ്കരിക്കാനുണ്ട്, സക്കാത്ത് കൊടുക്കാനില്ല, വിവേചനം കാണിക്കുന്ന ആളുകൾക്കിടയിൽ ഞാൻ യുദ്ധം ചെയ്യും. അങ്ങനെ മുർത്തദ്ദായ ഒറ്റെണ്ണത്തിനെ വെച്ച് വെക്കൂല എന്ന് പറഞ്ഞു. അത് കുറെ ആൾക്കാർ നിയമം മാറ്റാൻ തുടങ്ങി തങ്ങളെ വഫാത്തിന് ശേഷം. പിന്നെ അവർക്കനുസരിച്ച് ഓരോന്ന് ചെയ്യാൻ തുടങ്ങി. ആ ടീമാണ് ഈ പിടിച്ചു മാറ്റുന്നത്. തങ്ങളെ കാലത്ത് തങ്ങൾക്ക് അവരെ കണ്ടു പരിചയമുണ്ട്. അവർ നേർക്കേറെ നിസ്കരിച്ചിരുന്ന മറ്റു ആൾക്കാരാണല്ലോ. എന്താപ്പ മലക്കുകൾ അവരെ മാറ്റിക്കൊണ്ടുപോകുന്നത്? നബിയെ ഇന്നക ലാ തദ്രീ മാ അഹ്ദസു ബഅദക്. തങ്ങളെ കാലശേഷം ഇവർ പലതും പുതുതാക്കിയിട്ടുണ്ട്. കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് സക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്നുള്ള നിയമം. അത് വെച്ച് പറഞ്ഞത് ഈ ടീമാണ്. ഇവരെ കൊണ്ടുപോകല്ലത് എന്താ ചെയ്യുന്നത്? മൂന്നാമത് പറയുന്നൊരു കക്ഷികൾ അന്നൽ മുറാദ ബിഹി അസ്ഹാബുൽ മആസി വൽ കബായിർ. സഹോദരങ്ങളെ, പെട്ടുപോകരുത്. കുറ്റകൃത്യങ്ങളിലായി ജീവിച്ച് വൻദോഷങ്ങളിലായി ജീവിച്ചിട്ട് അങ്ങനെ മരിച്ചുപോയ ആളുകളാണ്. വസ്ഹാബുൽ ബിദഇ അല്ലദീന ലം യഖ്റുജു ബിബിദഅതിഹിം അനിൽ ഇസ്ലാം. ബിദഅത്ത് കൊണ്ട് ഇസ്ലാമിൽ നിന്ന് വിട്ട് കാഫിറായിട്ടില്ല. പക്ഷേ ചില്ലറ ബിദഅത്തുകളൊക്കെ ഇപ്പോഴും അവരുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നുണ്ട്. നിലനിൽക്കുന്ന ബിദഅത്തിൽ പലതും ഉണ്ട്. ഒന്നാണ്, നിങ്ങൾ നോക്ക്, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബ്ഹി നിസ്കാരത്തിൽ ഖുനൂത്ത് ഓതിയിട്ടാ തങ്ങൾ നിസ്കരിച്ചിരുന്നത്. തങ്ങൾ ഖുനൂത്ത് ഓതി നിസ്കരിച്ചിരുന്നു. അതുകൊണ്ടല്ലേ ഇമാമുകളൊക്കെ അത് സുന്നത്താണ് എന്ന് രേഖപ്പെടുത്തിയത്. ഖുനൂത്ത് ഓതിയിട്ട് തങ്ങൾ നിസ്കരിച്ചു എന്നുള്ളത് അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. പക്ഷേ നിങ്ങൾ നോക്കൊരു പുതിയ നിസ്കാരം ഉണ്ടാക്കി, ഖുനൂത്തില്ലാത്ത നിസ്കാരം. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബ ഓതി. സ്വഹാബത്തും തങ്ങളെ കാലത്ത് വിവിധ സ്ഥലങ്ങളിൽ ഖുതുബ ഓതി അറബിയിൽ. ഇന്നും മക്കയിലും മദീനയിലും അങ്ങനെ തന്നെ. അന്നും വിവിധ ഭാഷക്കാർ മക്കയിലും മദീനയിലും എത്തിയിട്ടുണ്ട്. അവരും ശ്രവിച്ചത് അറബിയിലെ ഖുതുബയാണ്. മാറ്റം വരുത്തി ഭാഷകൾക്ക് മാറ്റിയിട്ട് പ്രസംഗിക്കുന്നത് പോലെ ഓരോരുത്തർ അവരവർക്ക് ഇഷ്ടപ്പെട്ട ഭാഷയിൽ ഖുതുബ പരിഷ്കരിച്ചു. മക്കയിലും മദീനയിലും ഇന്ന് ഹജ്ജിന് കൂടുന്ന ആളുകൾ എല്ലാവരും അറബികളാണോ? അല്ല. ഏതെല്ലാം ഭാഷക്കാരുണ്ട്? അന്നും ഉണ്ട്. ഹബശയിൽ നിന്ന് വരുന്ന ആളുകളുണ്ട്, പേർഷ്യയിൽ നിന്ന് വരുന്ന ആളുകളുണ്ട്, റോമിൽ നിന്ന് വരുന്ന ആളുകളുണ്ട്, വിവിധ ഭാഷ സംസാരിക്കുന്നവരുണ്ട്. എല്ലാവരും കേൾക്കുന്നത് ഒരേ ഭാഷയിലെ ഖുതുബയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മുന്നിൽ ഓതുന്നത് അറബിയിലെ ഖുതുബയാണ്. സ്വഹാബത്തും ഓതിയത് അങ്ങനെയാണ്. പരിഷ്കരിച്ചു, മാറ്റം വരുത്തി. അങ്ങനെ പലതും ഒന്നും രണ്ടും മൂന്നും അല്ല. ബിദഅത്ത് കൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടില്ല. പക്ഷേ ചില ബിദഅത്തൊക്കെ അവർ സ്വീകരിച്ചു. അവരും ആ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ് എന്ന് ഉലമാ വിശദീകരിക്കുന്നു. പണ്ഡിതന്മാരുടെ വിശദീകരണം, വ്യാഖ്യാനം നമ്മൾ വായിക്കുന്നത് നമ്മളെ വകയല്ല. ഇമാം നബി റളിയല്ലാഹു അൻഹു ശറഹ് മുസ്ലിമിൽ വ്യാഖ്യാനിച്ച വ്യാഖ്യാനമാണിത്.
അപ്പൊ കബീറത്ത് ചെയ്യുന്നവരിൽ പെട്ടുപോകരുത്. നിത്യേന വൻകുറ്റം ചെയ്യുന്ന ആള്, ഒരു വൻകുറ്റം ചെയ്തിട്ട് അതിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങാത്ത ആളെ പേരെന്താ മോനെ? ഒറ്റ വൻകുറ്റം ചെയ്തു, ഒറ്റ ഒന്ന്, പക്ഷെ അതിന് തൗബ ചെയ്ത് മടങ്ങിയിട്ടില്ല, അവന്റെ പേരെന്താ? അവന്റെ പേരാണ് ഫാസിഖ്. എന്താ പേര്? ഫാസിഖ്. ഒരു വൻകുറ്റം ചെയ്തു, അതിൽ നിന്ന് തൗബ ചെയ്ത് ഇതുവരെ മടങ്ങിയിട്ടില്ല, അങ്ങനെ തന്നെയാണ് എപ്പോഴും ഉള്ളത്. പലതുകൊണ്ടും അല്ലാഹു തആല പുറത്തോളുന്നോ? വൻകുറ്റം പൊറുക്കണമെങ്കിൽ എന്ത് തന്നെ വേണം? തൗബ വേണം. ഉദാഹരണം വേണ്ടത്, കാരണമില്ലാതെ ഒരു നിസ്കാരം പിന്തിച്ചു, വൻകുറ്റം ഒന്നേ. ഇഷ്ടം പോലെ എണ്ണാണ്ട് വൻകുറ്റങ്ങൾ എണ്ണാണെങ്കിൽ 1, 2, 3, 4, 10 അല്ല. ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പറഞ്ഞത് വഹിയ ഇല 700 അഖ്റബ്, 700ഓളം വൻകുറ്റമുണ്ട് എന്നാണ്. ഒരു കിതാബിൽ തന്നെ ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ 500 വൻകുറ്റങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ദീന് പഠിപ്പിച്ച കാരണങ്ങൾക്ക് വേണ്ടിയല്ലാതെ നിസ്കാരം പിന്തിച്ചു. ഒരു നിസ്കാരം അങ്ങനെ പിന്തിപ്പോയോ, ആ നിസ്കാരം വീട്ടിയിട്ട് അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങണം. ഇനി മേലാൽ സംഭവിക്കൂല റബ്ബേ. തൗബ ചെയ്ത് മടങ്ങണം, യഥാർത്ഥത്തിലുള്ള തൗബ. അപ്പൊ ഇടക്കിടക്ക് ഈ പ്രവർത്തനം അങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആള് എപ്പോഴും വൻകുറ്റത്തിലല്ലേ അയാൾ ജീവിക്കുന്നത്. അയാളും പറഞ്ഞതിൽ പെട്ടുമില്ലേ? വൻകുറ്റങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചെയ്തിട്ട്, എന്റെ വക പറഞ്ഞതല്ല, സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ആണ് ഫാസിഖിന്റെ നിർവചനം പറഞ്ഞത്. മനിർതകബ ദംബൻ അളീമൻ വലം യതുബ് മിൻഹു, വൻപാപം ചെയ്തിട്ട് തൗബ ചെയ്ത് മടങ്ങാത്തവൻ ഫാസിഖാണ്. ബിദ്അത്തുകാരനോട് സലാം പറയാൻ പറ്റാത്തതുപോലെ ഫാസിഖിനോടും സലാം പറയാൻ പറ്റൂല. ബിദ്അത്തുകാരനെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റാത്തതുപോലെ ഫാസിഖിനെയും തുടർന്ന് നിസ്കരിക്കാൻ പറ്റൂല. ബിദ്അത്തുകാരനെ രോഗം സന്ദർശിക്കാൻ പറ്റാത്തതുപോലെ ഫാസിഖിന്റെയും രോഗം സന്ദർശിക്കാൻ പറ്റൂല. ബിദ്അത്തുകാരനോടുള്ള വിവേചനം ഫാസിഖിനോടും ഉണ്ട്. ഫാസിഖും വലിയ കട്ടിയും കനവുള്ള സംഗതിയാണ്. അസ്ഹാബുൽ കബായിരി വൽ മആസി, കുറ്റകൃത്യങ്ങളിലായി ജീവിക്കുന്ന ആളുകൾ, ചെറുദോഷങ്ങൾ നിത്യേന ചെയ്യുന്നവരും ഫാസിഖാണ്. വൻകുറ്റം മാത്രമല്ല, നിത്യേന ചെറുദോഷം ചെയ്യുന്ന ആള്, അയാളും ഫാസിഖാണ്. എന്നും ഒരു ഗീബത്തെങ്കിലും പറയാത്ത ദിവസം മുന്നോട്ട് പോകാൻ കഴിയൂല. എന്നും ഒന്നെങ്കിലും ഓരോ ദിവസം ഉണ്ട്. ചില ദിവസം 2, ചില ദിവസം 3, ചില ദിവസം ആളെ തോനെ കിട്ടുമ്പോ വർത്തമാനം കുറെ ഏറുമ്പോ, കുറെ മെസ്സേജ് അയക്കുമ്പോ, കുറെ നേരം വർത്തമാനം പറയാൻ കിട്ടുമ്പോ കുറെ ഗീബത്തില്ലാത്തൊരു ദിവസം കൂട്ടിയൊക്കെയാണ്. ഗീബത്ത് ചെറുദോഷങ്ങൾ എണ്ണിയത് ഒരു ഭാഗ്യമായിട്ട് കുട്ടികൾ, അതുങ്ങളെ സന്തോഷങ്ങളാണ് ആകെ പോയിരുന്ന കാര്യം. എന്നും ഒരു ടൈം കിട്ടിയാൽ മതി, ഒരു ചായയും കടിയും കിട്ടിയാൽ മതി, അതിന്റെ കൂടെ ദഹിക്കാത്തതും ഉള്ളു ചേരും, ദഹിക്കുന്നതിന്റെ കൂടെ. മഹാന്മാരായ ആളുകളൊക്കെ അങ്ങനെ വല്ല കഥയും വല്ല വർത്തമാനവും കേട്ടാല്, ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹുവിനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു വീട്ടിലേക്ക് വിളിച്ചു. വീട്ടിലേക്ക് ഇങ്ങനെ വിളിച്ച് മഹാനവറുകൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അപ്പുറത്തുപുറത്തിരിക്കുന്ന ആള് ഏതോ ഒരാളെ പറ്റി ഇങ്ങനെ വർത്തമാനം പറഞ്ഞപ്പോ മഹാനവറുകൾ പറഞ്ഞു, ഞങ്ങളെ നാട്ടിലൊക്കെ സാധാരണ ഭക്ഷണത്തിന്റെ കൂടെയാണ് ഇറച്ചി കഴിക്കല്, നിങ്ങളെ നാട്ടിലൊക്കെ ആദ്യം തന്നെ ഇറച്ചി കഴിക്കുന്നതിനോട് ഞാൻ പോവുകയാണ്, പേടിയാണ് നിങ്ങളെന്ന് പറഞ്ഞു. പോകുന്നത് ഞങ്ങളെ നാട്ടിലൊക്കെ സാധാരണ പത്തിരി റൊട്ടി ഇങ്ങനെ പലതോട്ട് അതിലേക്ക് ഇറച്ചി അങ്ങനെയല്ലേ കഴിക്കല്, അങ്ങനെയാണ് സാധാരണ കഴിക്കല്. നിങ്ങളെ നാട്ടിലൊന്ന് നോക്കുമ്പോ ആദ്യം തന്നെ ഇറച്ചിയാ തിന്നണത്, ആദ്യം തന്നെ ഇറച്ചി, അതാണ് ഗീബത്ത്. അതുകൊണ്ട് ഞാൻ പോവുകയാണ്, നിങ്ങളെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഞാനില്ല. അതേ പരുവത്തിലാണ് പലയിടത്തും. എന്തിനാ ഒരുമിച്ച് കൂടിയത്? ഇക്റും സ്വലാത്തും ചെല്ലാൻ. പക്ഷെ അത് സപ്ലൈ ആണ് ആദ്യം തന്നെ ചെയ്യുന്നത്, അല്ലേ? വന്നവര് വരാത്തവരെ ചർച്ച, വന്നതൊക്കെ അവർ കൊടുക്കുക, അവന് ഒരു രക്ഷപ്പെടുമല്ലോ. സൂക്ഷിക്കണം, കഴിവിന്റെ പരമാവധി സൂക്ഷിക്കണം. ഇതിങ്ങനെ വിശദീകരിച്ചിട്ട് മഹാനവറുകൾ അവസാനം പറഞ്ഞു, وقال الإمام الحافظ أبو عمرو ابن عبد البر رحمة الله عليه, ഇബ്നു അബ്ദുൽ ബർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, കുല്ലു മൻ അഹ്ദസ ഫിദ്ദീൻ, ദീനിൽ ആരെല്ലാം പരിഷ്കരണം വരുത്തിയോ, ഫഹുവ മിനൽ മത്റൂദീന അനിൽ ഹൗലി, ഹൗലിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടുന്നവരാണ്.
എന്റെ വാക്കല്ല. ഇബ്നു അബ്ദുൽ ബർ റഹ്മഹുല്ലാഹ് പറയാണ്, ദീനിൽ പരിഷ്കാരം കൊണ്ടുവന്നവർ, ദീനിൽ പുത്തനാശയം കൊണ്ടുവന്നവർ ഹൗലിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടുന്നവരാണ്. ഉദാഹരണം പറഞ്ഞു, കൽ ഖവാരിജി, ഖവാരിജിനെ പോലെ, റവാഫിദിനെ പോലെ. രണ്ട് കക്ഷികളാണ് സഹോദരങ്ങളെ, ബിദ്അത്തിന്റെ രണ്ട് കക്ഷികളാണ്. ബിദ്അത്തുകാർ ഏറ്റവും അധികം ഉള്ള പ്രസ്ഥാനം ഷിഈയ്യത്താണ്. ഷിയാക്കൾ എന്ന് പറയും, കേട്ടില്ല? ഷിയാക്കൾ. ഷിയാക്കൾ. അതിലെന്തെല്ലാം ഉണ്ട് അറിയാം. ഓരോ വിശ്വാസം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ചിരിച്ചു പോകും. ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടോ? ഒരു കൂട്ടം ആൾക്കാർ വിശ്വാസം ശരിക്കും യഥാർത്ഥത്തിൽ റസൂലാകേണ്ടത് അലി റളിയല്ലാഹു അൻഹു എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഒരു ടീം 35-ലധികം വിഭാഗമുണ്ട് ഷിഈയ്യത്ത്, ഒന്നും രണ്ടും അല്ല. ഒരു വിഭാഗത്തിന്റെ വിശ്വാസം അങ്ങനെയാണ്, യഥാർത്ഥത്തിൽ റസൂലാകേണ്ടത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ല, അലി റളിയല്ലാഹു അൻഹു. മാറിപ്പോയതാണ്. എന്താ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ മാറുന്നതാ? റിസാലത്ത് റസൂലാകാതെ അള്ളാഹു നിശ്ചയിക്കുന്നതല്ലേ, ജനങ്ങൾ സെലക്ട് ചെയ്യുന്നതല്ലല്ലോ റസൂൽ എന്ന് പറഞ്ഞത്. ആളുകളെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന ആളാ റസൂല്? അല്ലല്ല, അത് അള്ളാഹു ആണ് തീരുമാനിക്കുന്നത്. അല്ലാഹു അഅലമു ഹൈസു യജ്അലു റിസാലത. ആരെ റസൂലാക്കണം എന്നത് ജനങ്ങൾക്കിടയിലുള്ള തീരുമാനമല്ല, അള്ളാഹുവിന്റെ നിശ്ചയമാണ്. വേറൊരു കൂട്ടം ആൾക്കാർ പറഞ്ഞു, ഒന്നാം ഖലീഫ ആകേണ്ട ആള് അലി റളിയല്ലാഹു അൻഹു ആണ്, അതെങ്ങനെയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയതെന്നുള്ള അറിയില്ല. അങ്ങനെ ഒരു കൂട്ടൻ എന്താ പേച്ചു പോയിട്ട് ഏതെല്ലാം ടീമാണ് ഉണ്ടായിരുന്നത്. അലി റളിയല്ലാഹുവിനെ പറ്റി ചില ആളുകള് അലി റളിയല്ലാഹു അള്ളാഹുവിന്റെ റസൂലാണ് എന്നൊക്കെ വാദിക്കുന്ന ആൾക്കാരെ കേട്ടപ്പോ ദേഷ്യം പിടിച്ചിട്ട് അലി റളിയല്ലാഹുവിന് കുറച്ചു കൂട്ടം ആൾക്കാരെ കരിച്ചു കളഞ്ഞു, കത്തിച്ചു കളഞ്ഞു, ശിക്ഷ എന്നുള്ള നിലക്ക്. അവരെങ്ങനെ അങ്ങനെ വാദിക്കല്? അപ്പൊ ഒരു പുതിയ ടീമുണ്ടായി. അവര് പറഞ്ഞു, അലി റളിയല്ലാഹുവിനെ പറ്റി അങ്ങനെയല്ല പറയണ്ടേ, അലിയാർ അള്ളയാണ് എന്ന് പറഞ്ഞു. കാരണം തീ കൊണ്ട് ശിക്ഷിക്കാൻ അധികാരമുള്ള ആള് അല്ലാഹു തആലല്ലേ. അലി റളിയല്ലാഹു അൻഹു അള്ളയാണ്. ഒരു പുതിയ വിഭാഗം പിന്നെ വേറുണ്ടായി. നിങ്ങൾ നോക്ക്, വിദേശത്ത് പോയ ചില പള്ളിയിൽ നിന്നൊക്കെ അങ്ങനെ വാങ്ങു കേൾക്കാം. നമ്മളെ നാട്ടിലേക്ക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കഴിഞ്ഞാൽ പിന്നെന്താ പറയല്? അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നല്ലേ, പിന്നെ ഹയ്യ അലൽ സ്വലാ എന്നല്ലേ. ഇവിടെ അങ്ങനെ വാങ്ങി കൊടുക്കല്? മാറ്റണ്ടോ? ഇല്ല. വിദേശത്ത് ചില സ്ഥലത്ത് പോയാൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കഴിഞ്ഞാൽ ചില സ്ഥലത്ത് കാണാം അഷ്ഹദു അന്ന അലി വലിയുല്ലാഹ് എന്ന് കേൾക്കും. ചില സ്ഥലത്ത് അഷ്ഹദു അന്ന അലി റസൂലുള്ളാഹ്. രണ്ടും ഞാൻ കേട്ടിട്ടുണ്ട് പള്ളിയിൽ. അവര് നിസ്കരിക്കുന്നേ ഒന്നുണ്ടാക്കിയിട്ട്. ഇതൊക്കെ ദീനിൽ ഓരോ പരിഷ്കാരം കൊണ്ടുവരുന്ന ഓരോ ടീമാണ്. എന്തെല്ലാം ആശയങ്ങളാണെന്നറിയും. ചില കൂട്ടം ആൾക്കാരെ കാണാം, അവർ കല്ലുകൊണ്ട് ഇങ്ങനെ നടക്കുന്നതാണ്. എപ്പോഴും അവരുടെ കയ്യിൽ കല്ലുണ്ടാവും, കണ്ടുണ്ടാവും, കല്ലുണ്ടാവും. കല്ല് വെച്ചിട്ട് സുജൂദയുള്ളൂ. അങ്ങനെ ഭൂമി മൊത്തം രക്തമാണല്ലോ, ഇവിടൊക്കെ രക്തം ഉണ്ടെന്നാണ്, എല്ലായിടത്തും രക്തമാണ്. അവിടെ കല്ല് വെച്ചിട്ട് സുജൂദ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ കല്ല് കീശയിലും വെച്ച് നടക്കുകയാണ്. ഏതെല്ലാം ടീം, ഏതെല്ലാം പിഴച്ച വിഭാഗം. സ്വർഗത്തിൽ അങ്ങോട്ട് പോകാൻ അർഹതപ്പെട്ട ആളുകൾക്ക് കിട്ടുന്ന ഒരു പാനീയം, വിശുദ്ധമായ പാനീയമാണ് കൗസർ. അതിലൊക്കെ ആ കൂട്ടത്തിലൊക്കെ പെട്ടുകിട്ടുന്ന മെമ്പർഷിപ്പുള്ള ആളുകളായിട്ട് അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. കബീറത്തുമായിട്ട് നടക്കണ്ട. വൻകുറ്റം, നല്ല രസമുള്ള വൻകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, നല്ല മോഡലൊക്കെ ഉള്ള, അതേറ്റവും ഇങ്ങനെ നടക്കണ്ട. സ്വർഗത്തിന്റെ മണം പോലും കിട്ടാത്ത വൻകുറ്റങ്ങളുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, എത്ര പറഞ്ഞാലും ചിലപ്പോ ചില ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയൂല. അവന് വയസ്സറിയിക്കാനും ബോധമുണ്ടാകാനും ആഖിറം ചിന്തിക്കാനും മരണം ഓർക്കാനും ഖബർ ഓർക്കാനും ഒക്കെ അവന്റെ ജീവിതത്തിൽ അല്ലാഹു നൽകിയൊരു അടയാളമാണ്, ഒരു മുന്നറിയിപ്പുകാരനാണ്. അവന്റെ ജീവിതത്തിൽ വരുന്ന അവന്റെ മുടിയുടെയും താടിയുടെയും ഒക്കെ കളറ് മാറ്റം, അതിന് വെള്ളമാറ്റം വരുമ്പോൾ, നരബാധിക്കുമ്പോൾ കറുപ്പടിക്കരുത്, കറുപ്പ് തേക്കരുത്. ഗൗരവം പറഞ്ഞപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിന്റെ മണം പോലും ലഭിക്കൂല. വൻകുറ്റമാണ്, ചെറുദോഷമല്ല. ഒരൊറ്റ പ്രാവശ്യം സംഭവിച്ചു പോയോ തൗബയില്ലാതെ അല്ലാഹു പൊറുക്കൂല. വൻകുറ്റമാണത്. സഹോദരങ്ങളെ, അവിടെ സുന്നത്താണ് മൈലാഞ്ചി തേക്കുന്നത്. എന്റെ സഹോദരിമാരോട്, ചെറുപ്പക്കാരോട്, ചെറുപ്പക്കാരികളോട് പറയട്ടെ, ഇപ്പൊ ചില ആളുകൾക്ക് ചില സ്വഭാവമുണ്ട്. എന്താണെന്നറിയോ? കറുത്ത മുടിക്ക് തന്നെ വെള്ള കളറും മറ്റു കളറും കൊടുക്കുക. അങ്ങനെയുണ്ട് ചില കൂട്ടരിപ്പോ. പുതിയൊരു മോഡലാണ്, വേറെ മോഡലാണ്.
നേരെ വാദിച്ചിട്ട് ഇങ്ങനെ ചോപ്പ് മൈലാഞ്ചി തേക്കാന്നുള്ള സുന്നത്താണ്. ഇത് ഇമാമിയങ്ങളും താബിയങ്ങളും സ്വഹാബിമാരൊക്കെ ചെയ്തതാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ മൈലാഞ്ചി തേച്ചിരുന്നൊക്കെ സ്വഹീഹ് ബുഖാരിയിൽ കാണാം. മൈലാഞ്ചി തേച്ചിരുന്നൊക്കെ പല മഹാന്മാർ ചെയ്തത് സുന്നത്താണ് സംഗതി. പക്ഷെ ഈ അതിന് പകരം നേരെ കറുപ്പടിച്ച് വീശരുത്. സംഗതി എത്ര കണ്ടാലും മൂപ്പരെ ജ്യേഷ്ഠന്മാരും അഞ്ചന്മാരും മറ്റൊക്കെ നോക്കുമ്പോൾ മൂപ്പർക്ക് എങ്ങനെയും ഒരു 65, 75, 70 ആയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഒരു 18 പ്രായത്തിലുള്ളത്. എത്ര ആയാലും മൂപ്പർക്ക് 18 ആവുള്ളൂ. 18 എന്നാണ് മാറൂല. ആളുകൾക്ക് എത്ര ചേഞ്ച് വന്നാലും മൂപ്പർക്ക് എപ്പോഴും 18. എന്താ 18? അല്ലടാ അടിച്ച് റെഡിയാക്കല്ലേ, വൻകുറ്റമാണ്. വെളുത്ത താടിന്റെ കളറ് മാറ്റാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ കൂട്ടത്തിൽ തന്നെ തങ്ങൾ പറഞ്ഞു, വജ്തനിബു സവാദ്, കറുപ്പടിക്കരുത്, കറുപ്പ് തേക്കരുത്. ഇന്ന് പോയി ഇരുന്ന് കൊടുത്താൽ മതി, കാശ് കൊടുത്തിട്ട് പോരാനല്ല, എല്ലാ സ്ഥലത്തും അത് റെഡിയല്ലേ. ആള് കാണാത്ത നേരം നോക്കി പോയാൽ മതി, അപ്പൊ പിന്നെ പഠിച്ചോലും കാണൂലല്ലോ. നാട്ടുകാര് കാണാത്ത നേരം നോക്കിയിട്ട് പോവുക, അപ്പൊ പിന്നെ അള്ളാഹു തആല കാണും, അള്ളാഹ്ക്ക് ലീവല്ലേ. എന്താ നമ്മളെ സമൂഹത്തിന്റെ അവസ്ഥ? ഉമ്മമാരിലും ഉണ്ട്, സഹോദരന്മാരിലും ഉണ്ട്. ശ്രദ്ധിക്കണേ, സൂക്ഷിക്കണേ. കാലാവധി നീണ്ടു കിട്ടുന്നതിലേക്ക് വെള്ളം ചേരാത്തതുണ്ട്. അപ്പോൾ പിന്നെ ജനാബത്ത് ഉയരാത്ത പ്രശ്നം വരും. ഒരു പാകത്തിനെത്തിക്കഴിഞ്ഞാലും മുടി വലുതായി കഴിഞ്ഞാലും മുടി വെട്ടണം, അല്ലേ? ലൗലാ തൂല് ജുമ്മത്തിഹി വ ഇസ്ബാലു ഇസാരിഹി, ഈ പെരടിന്റെ ഈ ഭാഗല്ലേ, ഇവിടെ വരെ എത്തുമ്പോ ഇനി അങ്ങോട്ട് ഇറങ്ങാത്ത രൂപത്തിൽ മുടി എന്താകണം? ചെവിക്കുറ്റിന്ന് ഇങ്ങോട്ട് ഇറങ്ങാത്ത രൂപത്തിൽ മുടി വെട്ടണം. മുടി ഇങ്ങനെ. അപ്പൊ പിന്നെ കുറെ ആൾക്കാർ മുടി ഇങ്ങനെ പെണ്ണിനെ പോലെ മുടി തൂക്കിട്ടുണ്ട്. അങ്ങനെ കുറെ ആൾക്കാർ മുടി ഇങ്ങനെ തൂക്കിട്ട് പെരടിയിലേക്ക് മുടി. പിന്നിൽ നോക്കിയാൽ പെണ്ണ്, മുന്നിൽ നോക്കിയാൽ ആണ്. ആ കോലമാണ് സ്വീകരിക്കരുത്. അത് താന്തോന്നിയുള്ള സ്വഭാവമാണ്. പെണ്ണ് ആണിനെ പോലെ മുടി വെട്ടി ചെറുതാക്കരുത്. അങ്ങനെയുണ്ടൊരു ടീം. ആണിനെ പോലെ മുടി വെട്ടി ചെറുതാക്കിയിട്ട് മുടി ഇങ്ങോട്ട് റെഡിയാക്കിയിട്ട് കണ്ടാൽ തോന്നുന്നത് ആണാണ്. പക്ഷെ പിന്നെ മുഖം കണ്ടാൽ മനസ്സിലാവും ആണല്ല, പെണ്ണാണ്. ആ രൂപത്തിൽ മുടി വെട്ടി ചെറുതാക്കരുത്. അതുകൊണ്ടല്ലേ ഹജ്ജിനും ഉംറക്കും പോകുന്ന പെണ്ണുങ്ങളോട് വരെ മുണ്ടനം ചെയ്യാൻ പാടില്ല. ഹജ്ജ് ഉംറ കഴിഞ്ഞു വരുന്ന പുരുഷന്മാരാണെങ്കിൽ അവർക്ക് അതിൽ നിന്ന് തഹല്ലുലാകാൻ മുടി കളയൽ സുന്നത്തുണ്ട്. പക്ഷെ പെണ്ണിനോട് മുടി കളയാൻ പാടില്ല. മുടി വെട്ടാൻ വേണ്ടി 2 or 3 മുടിയുടെ ഒരു കഷ്ണം വെട്ടി തഹല്ലുൽ സ്വീകരിക്കണം. വടിക്കാൻ പാടില്ല. പെണ്ണിന്റെ ആകൃതി നിലനിർത്താനാണ്. ആണ് പെണ്ണിന്റെ കോലവും പെണ്ണ് ആണിന്റെ കോലവും ചമയരുത്. ചില ആളുകൾ നോക്കുന്ന പോലെ താന്തോന്നിത്വം നോക്കി നിങ്ങൾ നല്ല വിലപിടിപ്പിൽ 1000 രൂപക്ക് പാൻറ് വാങ്ങുന്നു. പക്ഷെ പാൻറ് വാങ്ങിയിട്ട് എന്താ കാര്യം? ആ പാൻറ് വാങ്ങിയിട്ട് ഒരു കാര്യമില്ല. കാരണം ഊരന്റെ തായോട്ട് മുട്ടുംകാലിന്റെ മേപ്പെട്ട് മേൽപോട്ടുള്ള ഏതെങ്കിലും ഒരു ഭാഗത്ത് ശരീരത്തിന്റെ കളറ് കാണിക്കുന്ന രൂപത്തിൽ 2 or 3 വരകള്. അപ്പൊ അറിയാം ഉള്ളിലുള്ള കളറ്, ആ ഇറച്ചിക്ക് നല്ല കളറുണ്ട്, അവന്റെ കാലിന് നല്ല കളറുണ്ട്. ഒന്നിനും അത് പറ്റൂല. നിസ്കരിക്കാൻ പറ്റുമോ? പറ്റൂല. ഏതെങ്കിലും സദസ്സ് പോയി ഇരിക്കാൻ പറ്റുമോ? ഒന്നിനും പറ്റൂല. ആളുകൾ കണ്ടാ വിചാരിക്കും ഇവന്റെ പാൻറ് ആരോ പറക്കത്തിന് കീറിക്കൊണ്ടായതാണ്. മേൽഭാഗത്ത് കീറിയിട്ട് ഒരു താന്തോന്നിയാണ്. താന്തോന്നിയുടെ സ്വഭാവം സ്വീകരിക്കുക. പ്രായപൂർത്തിയും പക്വതയുള്ള ആളെങ്ങനെ ജനങ്ങൾക്കിടയിലും ആളുകൾ നടക്കുന്ന വീട്ടിലും അന്യ പെണ്ണുങ്ങളും മറ്റൊക്കെ ഉള്ള വീട്ടില് നിക്കർ ധരിച്ചെങ്ങനെ പുരുഷന്മാർ നടക്കല്? നോക്കണം നിങ്ങൾ. ബൈക്കൊക്കെ ഓട്ടിക്കൊണ്ടുപോകണം, ഒരു പ്രശ്നവുമില്ല. മതത്തിനോടുള്ളൊരു വെല്ലുവിളിയാണ്. നമ്മളോലെ പിടിച്ചു കെട്ടാനൊന്നുമില്ല. പ്രായപൂർത്തി എത്തിയ ആള് അവന്റെ മുട്ടിൻകാല് വരെ മറക്കണ്ടേ നിർബന്ധമായുള്ള ഭാഗങ്ങൾ. എന്നിട്ടെങ്ങനെ ചെറിയ നിക്കർ ഇട്ടിട്ട് അങ്ങാടിയിൽ പോവുക, സൂപ്പർ മാർക്കറ്റ് പോവുക, ജനങ്ങൾക്കിടയിലൂടെ നടന്നു പോകുക, ഒരു പ്രശ്നവുമില്ല. ഏതെങ്കിലും ആൾ വീട്ടിലേക്ക് വരുമ്പോ, മുമ്പൊക്കെ വീട്ടിലേക്ക് ഒരാൾ വരുമ്പോ ഉള്ളിൽ നിൽക്കുന്ന ആള് എന്തെങ്കിലും ഒരു കുപ്പായം ധരിച്ചിട്ടില്ലെങ്കിൽ ഒരു കുപ്പായൊക്കെ ഇട്ട് അല്ലെങ്കിൽ ഒരു തോർത്തുമുണ്ടെങ്കിലും മറിച്ചിട്ടിട്ടാ പുറത്തേക്ക് വരരുത്. ഇപ്പൊ ബെല്ലടിച്ചുമ്പോ ആള് തുറന്നു വരുമ്പോ നിൽക്കുന്ന ആൾക്ക് കണ്ണു പൊത്താൻ തോന്നാണ്. കാരണം ഇയാളൊരു ഷെഡിട്ടിട്ടാ വന്നിരിക്കുന്നത്. 10, 25, 35 വയസ്സുള്ള ആൾ പുറത്ത് വന്നിരിക്കുന്ന ആരാ ബെല്ലടിച്ച് നോക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്? എങ്ങനെയാണ് ബെല്ലടിച്ചൊക്കെ തിരിച്ചു പോകാൻ അതൊന്ന് സലാം പറഞ്ഞിട്ട്. ഇത്രയും അവന്റെ കുട്ടികളും അവന്റെ കുട്ടികളൊക്കെ ആയി 2, 3 മക്കളൊക്കെ ആയിട്ട് ഇരിക്കുന്ന ആളെ സ്വഭാവം എങ്ങനെ? ഒരു താന്തോന്നിയുടെ സ്വഭാവം. സഹോദര, അത് കുളിക്കുന്ന റൂമിലൊക്കെ വേണമെങ്കിൽ തണുപ്പ് കൊള്ളാൻ വേണ്ടി അങ്ങനെ ചെയ്തോ. അവിടെയും ഉത്തമം ഫുള്ള് കഴിവിന്റെ പരമാവധി ഔറത്ത് മറക്കല. അതിനുള്ള പാകത്തിനുള്ള മുണ്ട് ധരിക്കലാണ് സുന്നത്ത്.
എന്നിട്ട് പുറത്തിങ്ങനെ ഓപ്പൺ ആയിട്ട് വാഹനത്തിൽ അങ്ങനെ തന്നെ സഞ്ചരിക്കാണ്. ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ ആ രീതി സ്വീകരിക്കരുത്. കല്യാണങ്ങളിലൊക്കെ വരുന്ന ആളുകൾക്ക് സപ്ലൈ ചെയ്യണം. ഭക്ഷണം കഴിക്കാതെ പോകുന്നത് ആരാ സപ്ലൈ ചെയ്യണത്? ഈ നിക്കർ ധരിച്ച, ഈ ഷെഡ്ഡി ധരിച്ച ആളാണ് അവിടെ സപ്ലൈ ചെയ്യണത്. അവർത്തും അങ്ങനെ വെളിവാക്കിക്കൊണ്ട് നടക്കാൻ പറ്റുമോ? അവർത്ത് മറക്കേണ്ടതല്ലേ? മറ്റേത് ഹറാമല്ലേ? അതിനൊരു വിഷയം തന്നെ അല്ല. അങ്ങനെ തന്നെ നേരിട്ട് പോയിട്ട് ഉപ്പാനോട് സംസാരിക്കണോ ഉമ്മാനോട് സംസാരിക്കണോ ഒക്കെ അങ്ങനെ തന്നെ. ഏത് ചെറിയ കുട്ടികൾ ഇടുന്ന ഈ ഡ്രസ്സ് ആരാണത് ഇട്ട് നിൽക്കുന്ന ആളാരാ? അവന് 2 കുട്ടികളായിട്ടുണ്ട്, ഇപ്പോഴും അവനത് ഇട്ടാ നടക്കുന്നത്. അതൊരു താന്തോന്നിത്തരാണ്. ആ സ്വഭാവത്തിലേക്ക് നീങ്ങരുത്. സഹോദരിമാരോടും സഹോദരങ്ങളോടൊക്കെ ഞാൻ പറയാം, ഈ ഒരു താന്തോന്നിത്തരത്തിൽ കൂടെ കളിച്ചിട്ട് ഹൗലിൽ നിന്ന് നമ്മൾ തടയപ്പെടരുത്. മഹാനവറുകൾ അവസാനം പറഞ്ഞു, വകദാലിക ളലമത്തുൽ മുസ്രിഫൂന ഫിൽ ജൗർ, അക്രമത്തിന് വേണ്ടി അക്രമികളായി നടക്കുന്ന ആളുകളും ഈ കൂട്ടത്തിൽപ്പെട്ടവരാണ്. വതംസിൽ ഹഖി, സത്യം സ്വീകരിക്കൂല, സത്യം അവഗണിക്കും. ഏതൊരാള് സത്യം പറഞ്ഞാലും ആ സത്യം സ്വീകരിക്കൂല, തള്ളിക്കളയും. അങ്ങനെ അക്രമം ചെയ്ത് ജീവിക്കുന്ന ആളുകളും ഇതേപോലെ തന്നെയാണ്. വൽമുഅ്ലിനൂന ബിൽ കബായിരി, വൻദോഷങ്ങൾ പരസ്യമായി ചെയ്യുന്നവർ, വൻകുറ്റങ്ങൾ പരസ്യമായി ചെയ്യുന്നവർ. അല്ലടാ നമ്മൾ നിസ്കരിക്കണ്ടേ, മുസ്ലിങ്ങളല്ലേ എന്ന് ചോദിക്കുമ്പോ അതിനൊക്കെ ഒരു പ്രായം എത്തട്ടെ, അപ്പൊ നിസ്കരിക്കാന്നാണ് പറയുന്നത്. വൻകുറ്റങ്ങൾ പരസ്യമാക്കുന്നവർ ഈ കൂട്ടത്തിൽപ്പെട്ടവരാണ്. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, വകുല്ലു ഹൗലായി, ഈ പറഞ്ഞ വിഭാഗങ്ങളൊക്കെ ദീനിൽ പരിഷ്കാരം വരുത്തിയവർ, താന്തോന്നികളായി ജീവിക്കുന്നവര്, മതത്തിന്റെ നിയമങ്ങൾ അംഗീകരിക്കാതെ അക്രമികളായി നടക്കുന്നവര്, വൻകുറ്റങ്ങൾ പരസ്യമായി ചെയ്യുന്നവര്, വകുല്ലു ഹൗലായി യുഖാഫു അലൈഹിം, ഇവരെ മേലൊക്കെ പേടിക്കണം. അയ്യകൂനു മിമ്മൻ അനൗ ബിഹാദൽ ഖബരി, ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നവരിൽ അവർ പെട്ടവരാണെന്ന് പേടിക്കണം. ഏത് ഹദീസ് കൊണ്ട്? ഹൗലിന്റെ സമീപത്തേക്ക് വരിവരിയായി വന്നു നിൽക്കുന്നവരിൽ മലക്കുകൾ പിടിച്ചു മാറ്റി കൊണ്ടുപോകുന്ന ആളുകൾ, ഈ കൂട്ടത്തിൽപ്പെട്ട ആളുകളൊക്കെ അങ്ങനെയുണ്ട് എന്ന് പറഞ്ഞതിൽ ഈ വിഷയങ്ങളൊക്കെ എണ്ണിപ്പറഞ്ഞ എല്ലാവരും അതിൽ പെട്ടിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു അബ്ദുൽ ബർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി ശർഹ് മുസ്ലിമിൽ ഹദീസ് വിശദീകരിച്ചു കൊണ്ടുവരുന്നു. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറഞ്ഞതാണ്, അന ഫറതുകും ഇൻദൽ ഹൗൽ, ഞാൻ നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു സ്ഥലമാണ് ഹൗലിന്റെ അടുക്കല്, ഹൗലുൽ കൗസറിന്റെ അടുക്കല് നിങ്ങളെ ഞാൻ കാത്തിരിക്കും. സഹോദരങ്ങളെ, അങ്ങോട്ട് ചെല്ലാനുള്ള പാകതയിൽ ഇവിടെ ജീവിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ.